നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ഒരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ രാത്രി കുതിർത്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് 2 മടങ്ങ് കൂട്ടാനും, ഇപ്പൊ നിങ്ങളുടെ മസിൽസിലും ജോയിന്റ്സിലൊക്കെ എന്തെങ്കിലും വേദന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു മാജിക് പോലെ മാറ്റാനും സഹായിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു റെമഡി പറഞ്ഞുതരാം. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലത്തെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാനും, ഞരമ്പുകൾ കുറച്ചും കൂടി ഒന്ന് ശക്തമാക്കാനും, മസിൽസിൽ എന്തെങ്കിലും വേദന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വേരോടെ മാറ്റാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ തന്നെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പല രീതിയിലാണ് വേദന ഉണ്ടാകുക അല്ലെ. ചില ആളുകൾക്ക് നോക്കുകയാണെങ്കിൽ കയ്യിലും കാലിലും മാത്രം വേദന ഉണ്ടാകും. ചില ആളുകൾക്ക് ജോയിന്റ്സിൽ വേദന. മറ്റു ചിലർ നോക്കുകയാണെങ്കിൽ കാലിൽ നന്നായിട്ട് ഒരു പുകച്ചിൽ പോലെ എരിച്ചിൽ പോലെ തോന്നാം, ഞരമ്പ് കോച്ചു പിടിക്കുക, ക്രാംസ് പോലെയുള്ള കാര്യങ്ങൾ. ഇത്തരത്തിൽ പല രീതിയിലാണ് പല ആളുകൾക്കും ഉണ്ടാവുക. ഇത് കൂടാതെ നോക്കുകയാണെങ്കിൽ ക്ഷീണം, തലകറക്കം, ഇങ്ങനെ പറയുന്ന മറ്റു പല കാര്യങ്ങളും. അപ്പൊ ഇതിന്റെയൊക്കെ റൂട്ട് കോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം നമുക്ക് കുറച്ച് തരുന്ന ലക്ഷണങ്ങളാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങളാണ് ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ചിലതരം ബ്ലോക്കേജസ്. അപ്പൊ ഈ ഒരു ബ്ലോക്കേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നാച്ചുറലി നമുക്ക് ഇതിനെ മാറ്റാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു ബ്ലോക്കേജ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ബ്ലോക്കേജ് ഉണ്ടാകും. മെയിൻ ആയിട്ടുള്ള ഒരു കാരണം നോക്കുകയാണെങ്കിൽ ഡയബറ്റിക്. ശരീരത്തിൽ ഷുഗറിന്റെ അളവ് നന്നായിട്ട് കൂടുന്ന സമയത്ത് ഞരമ്പുകൾക്ക് ഒരു വീക്ക്നെസ് ഉണ്ടാകും. ഇതിനാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പത്തി എന്ന് പറയാ. ബ്ലഡ് പ്രഷർ നന്നായിട്ട് കൂടുന്ന സമയത്ത്, കൊളസ്ട്രോൾ നന്നായിട്ട് കൂടുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഹോർമോൺസിന്റെ എന്തെങ്കിലും ഇംബാലൻസ് വഴി കിഡ്നിയിലും ലിവറിലും എന്തെങ്കിലും ഡാമേജ് വരിക, ശരീരത്തിൽ ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക എന്നിങ്ങനെ പറയുന്ന പല കാരണങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് ഒരു വീക്ക്നെസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാനായിട്ട് സഹായിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള റെമഡിയാണ് പറയാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുക, ആർക്കിത് കഴിക്കണം, ആർക്കിത് ഒഴിവാക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സോ നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഐ എം എൻ ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. അപ്പൊ ഈ റെമഡിക്കായിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. പക്ഷേ ഉണ്ടല്ലോ, ഇതിന്റെ റിസൾട്ട് കുറച്ചൊന്ന് കൂട്ടാനായിട്ടുള്ള ഒരു കാര്യം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. വീഡിയോയുടെ അവസാനമല്ല, റെമഡിക്ക് ശേഷം ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുക. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ആദ്യമായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കറുവപ്പട്ട. ഇത്രയും പോകുന്ന ചെറിയൊരു പീസ് കറുവപ്പട്ട നിങ്ങൾ ആഡ് ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ ബ്ലാക്ക് കാർഡമൻ, കറുത്ത ഏലക്കായ എന്ന് പറയും. വലിയ ഏലക്ക എന്നും നമ്മൾ പറഞ്ഞു വരാറുണ്ട്. ഇതേപോലെയാണ് കാണാനായിട്ട് ഇരിക്കുക. അങ്ങാടിക്കടയിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇത് നമുക്ക് വേണ്ടത് ഒരെണ്ണം നിങ്ങൾ എടുക്കുക. ഈ വലിയ ഏലക്കായ ഒരെണ്ണം നിങ്ങൾ എടുക്കുക. മൂന്നാമതായിട്ട് വേണ്ടതാണ് 2 ഗ്രാമ്പു. ഈ എല്ലാ കാര്യങ്ങളും 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇടാം നിങ്ങൾക്ക്. എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് 2 മിനിറ്റ് നന്നായിട്ട് നിങ്ങൾ തിളപ്പിക്കുക. ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം അരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ തേൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ശർക്കര ആഡ് ചെയ്യാം. ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒഴിവാക്കാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ തേനോ ശർക്കര ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. പക്ഷേ ഏത് സമയത്താണ് കുടിക്കേണ്ടതെന്ന് നോക്കി കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കിടക്കാൻ പോകുന്ന സമയത്തായിട്ട് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ഈ ഒരു കഷായം നിങ്ങൾ എന്നും കുടിക്കാനായിട്ട് നോക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 15 ദിവസം കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം എന്തായാലും കാണാനായിട്ട് പറ്റും. ഈ ഞരമ്പിലൊക്കെ ഉണ്ടാകുന്ന ബ്ലോക്കേജസിനെ പതുക്കെ പതുക്കെ കുറയ്ക്കാനും, ഈ ജോയിന്റ്സിൽ ഉണ്ടാകുന്ന വേദന, നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങൾ, കുറച്ചൊരു എനർജി വെക്കുന്നത് പോലെ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 15 ദിവസം അടുപ്പിച്ച് നിങ്ങൾ ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു ഡ്രിങ്കിന്റെ റിസൾട്ട് കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് 2 മടങ്ങ് 3 മടങ്ങ് റിസൾട്ട് കുറച്ചൊന്ന് കൂടുന്നു മാത്രം. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇതിനായിട്ടുണ്ടല്ലോ പെരിഞ്ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം നിങ്ങളൊരു പാനിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു ചെറിയൊരു ഡബ്ബയിലാക്കി വെക്കുക. എന്നിട്ട് എപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നോ അതിന്റെ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകം വായിലിട്ടിട്ട് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാനായിട്ട് നോക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു ഗുണം നോക്കുകയാണെങ്കിൽ നമ്മുടെ ദഹനത്തിന് ഇത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്കിന്റെ കുറച്ചും കൂടി റിസൾട്ട് കുറച്ചും കൂടി ഒന്ന് കൂട്ടാനും കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും വളരെ നല്ലൊരു കാര്യമാണ് ഈ ഒരു കോമ്പിനേഷൻ. അപ്പൊ എല്ലാരും വിചാരിക്കും ഇതിന്റെ കൂടിയിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ മതിയില്ലേന്ന്. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ഇനി ഒരു കഷായം എന്തുകൊണ്ടാണ് ഇത്രയും പവർഫുൾ ആണെന്ന് പറയാനുള്ള ഒരു കാരണം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഈ ഒരു കറുവപ്പട്ട ഉണ്ടല്ലോ, കറുവപ്പട്ടയിൽ സിനമാൽഡിഹൈഡ് അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസിന്റെ ഒരു കോമ്പിനേഷൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഞരമ്പുകളിൽ എന്തെങ്കിലും ഫാറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അലിയിച്ച് കളയാനും, അതുപോലെ ബി.പി നന്നായിട്ട് നാച്ചുറൽ ആയിട്ട് കൺട്രോൾ ചെയ്യാനും, കൊളസ്ട്രോൾ പോലെയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഡയബറ്റിക് ഒക്കെ കൂടുതലായിട്ട് നിൽക്കുന്നവരാണ്, ബി.പി നന്നായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് ഈ കറുവപ്പട്ട എന്ന് പറയുന്നത്.
ഇനി ഒരു കറുത്ത ഏലക്കായ, ഈ ബ്ലാക്ക് കാർഡമത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതില് നമ്മുടെ ശരീരത്തിലേക്ക് ഇത് പൊട്ടാഷ്യം അതുപോലെ തന്നെ മെഗ്നീഷ്യം പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കും. അതുപോലെ നമ്മുടെ ബി.പിനെ നാച്ചുറലി കൺട്രോൾ ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ ബ്ലാക്ക് കാർഡമം. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഗ്രാമ്പൂ. ഗ്രാമ്പൂവിന്റെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഇതിലൊരു യൂജിനോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലേക്ക് നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയ്ക്കാനും ശരീരത്തിലെ വേദനയെ നന്നായിട്ട് കുറയ്ക്കാനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. അപ്പൊ അവസാനമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പെരിഞ്ജീരകം, ഈ പെരിഞ്ജീരകം എന്ന് പറയുന്നത് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതിലൂടെ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാനും ദഹനത്തിനും കുറച്ച് ബെറ്റർ ആണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു കോമ്പിനേഷൻ കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി അവസാനമായിട്ട് നിങ്ങളുടെ ഞരമ്പുകളെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കി വെക്കാനുള്ള കുറച്ച് ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിലൊന്നാമത്തെ ഒരു കാര്യമാണ് ഫ്ലാക്സ് സീഡ്, ചണവിത്ത് എന്ന് പറയും. ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ ഞരമ്പുകൾക്ക് കുറച്ച് സ്ട്രോങ് ആക്കി വെക്കാനും ജോയിന്റ്സിന് ഉണ്ടാകുന്ന വേദന, കുറച്ച് ശരീരത്തിൽ ഒരു ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ കഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ചണവിത്ത് നിങ്ങൾ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചു വെക്കുക. എന്നിട്ട് എന്നും നിങ്ങൾ ഭക്ഷണത്തിന്റെ കൂടെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് നമ്മൾ ഭക്ഷണത്തിൽ കറിയുടെ കൂടെ എന്തെങ്കിലും സ്പ്രിങ്കിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ദിവസവും ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഈ മെനോപോസ് ഒക്കെ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഞാൻ എന്റെ പല വീഡിയോസിലും പറയാറുണ്ട്, നല്ലൊരു സോഴ്സ് ആണ്, തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യമാണ് ചിയ സീഡ്സ്. ചിയ സീഡ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അയേൺ, കാൽഷ്യം, ആന്റി ഓക്സിഡൻസും എല്ലാം റിച്ച് ആയിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. നിങ്ങൾക്കൊരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ കുതിർത്തിട്ട് ഭക്ഷണത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിക്കാം. ഇതും നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ പംകിൻ സീഡ്സ്, എള്ള് എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലൊരു സോഴ്സും കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവ എന്നും കഴിച്ചില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 3-4 ദിവസത്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ കൂടുതലും മസാല പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും കൂടി നോക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ടും കൂടി നോക്കുക. ദിവസത്തിൽ ഒരു 30 മിനിറ്റ് എങ്കിലും വലിയ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നടക്കാനെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപേണ അറിയിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനോട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.